പ്രിയപ്പെട്ട ഹബീബ് കല്ലൻ, ജിദ്ദയിലെ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വമായ പ്രിയപ്പെട്ട മുസ്തഫ ഹുദവി, സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് അരിപ്പ, മലപ്പുറം മണ്ഡലം KMCCയുടെ പ്രസിഡന്റ് ഉമ്മർ സാഹിബ് കോടൂര്, സെക്രട്ടറി പ്രിയപ്പെട്ട കബീർ മോഹം അടക്കമുള്ള വേദിയിൽ സദസ്സിലുമുള്ള പ്രിയ സഹോദരങ്ങളെ, ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറഞ്ഞതുപോലെ മൊറയൂർ പഞ്ചായത്തിലെ ജിദ്ദയിലുള്ള KMCCയുടെ സജീവ പ്രവർത്തകന്മാർ ജിദ്ദ KMCCയുടെ ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയത് ഇന്ന് നമുക്കറിയാം, അടുത്ത ദിവസം നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഗ്രാമപഞ്ചായത്തിലേക്കുള്ള 3ാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നമ്മുടെ പ്രദേശത്ത് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ അയ്യൂബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വാർഡുകളിൽ മത്സരിക്കുന്ന ജനവിധി തേടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പ്രവാസ ലോകത്തു നിന്ന് അവസാന ഘട്ടം ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു സന്ദേശം വിളംബരം ചെയ്യാൻ കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംഗതികളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഹബീബ് കല്ലൻ പ്രസംഗിക്കും. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഇന്നത്തെ വർത്തമാന ഭാവി രാഷ്ട്രീയം വിശകലനം ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ ഉദവി നിങ്ങളോട് സംസാരിക്കും. ഉദവിയുടെ പ്രസംഗം പൂർണ്ണമായും കേൾക്കണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊന്നും കാര്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഞങ്ങളൊക്കെ നിരന്തരമായി നിങ്ങളോട് പലപ്പോഴും സംവദിക്കുന്ന ആളുകളാണ്. മൊറയൂർ പഞ്ചായത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പൂർവ്വസൂരികൾ പൈതൃക സമ്പത്ത് പോലെ നമ്മളിൽ ഏൽപ്പിച്ച ഒരു മഹത്തായ ഭരണ ചക്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ മൊറയൂരിൽ ഉണ്ടായത്. 1962 പ്രഥമ പഞ്ചായത്ത് നിലവിൽ വന്ന അന്ന് മുതൽ മൊറയൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ അരിമ്പ്ര ബാപ്പു സാഹിബ് മൊറയൂർ എന്ന പിന്നോക്കം നിന്ന പ്രദേശത്തെ മൊറയൂരിന്റെ ചരിത്രവും പാരമ്പര്യമൊക്കെ നമുക്കറിയാം. സാമൂതിരി രാജാവിന്റെ മന്ത്രിയുടെ കീഴിലായിരുന്നു മൊറയൂർ അംശം ദേശമൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ പ്രദേശത്തിന്റെ പണ്ട് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. രാജഭരണത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കീഴിലായി. ബ്രിട്ടീഷുകാരെ നമ്മുടെ പൂർവ്വസൂരികൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിപ്പിച്ച വലിയ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് നമ്മുടെ മൊറയൂരൊക്കെ. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ വലിയ പങ്കുവഹിച്ച മൊറയൂരിലെ ആ മണ്ണിൽ നിന്ന് നമ്മളിപ്പോ ജനാധിപത്യ സംവിധാനത്തിലേക്ക് കടന്നു കയറി വളരെ പിന്നോക്കമായിരുന്ന പ്രദേശത്തെ ഇന്ന് വളരെ വലിയ പുരോഗതിയിലേക്ക് വഴി നടത്തിയത് മുസ്ലിം ലീഗാണ്. വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ രംഗം എന്നുവേണ്ട ഗതാഗത രംഗത്തൊക്കെ ഒരു വികസിത രാജ്യത്തെ സംവിധാനമാണ് ഇന്ന് മൊറയൂർ പഞ്ചായത്തിലുള്ളത്. അത്ര വിശാലമായ അതിമനോഹരമായ റോഡുകളും മറ്റെല്ലാ ഭൗതിക സൗകര്യങ്ങളുമുള്ള ഒരു നാട്. ആ നാടിനെ പുതിയ കാലത്ത് പാർട്ടി നിയോഗിച്ച ഏറ്റവും പുതിയ ശക്തമായ യുവാക്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്ന ഒരു മഹത്തായ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നേരത്തെ സിദ്ദീഖ് സൂചിപ്പിച്ചതുപോലെ ഒന്നാമതായും ആദ്യമായി നമ്മളൊക്കെ അവനവന്റെ വീടുകളിലേക്ക് വിളിച്ച് നമ്മുടെ വോട്ടിന്റെ ഒരു അഭ്യർത്ഥന. ആദ്യം നമ്മൾ രാഷ്ട്രീയം പറയേണ്ടത് നമ്മുടെ കുടുംബത്തോടാണ്, നമ്മുടെ ഭാര്യയോടാണ്, നമ്മുടെ മക്കളോടാണ്, നമ്മുടെ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടുമാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരുപാട് ഏറ്റവും വലിയ സാങ്കേതിക വിദ്യകൾ, വിവര സങ്കേതം ഉള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. എങ്കിലും ഞാൻ പറയുകയാണ്, എല്ലാവരും വീട്ടിലേക്കും വിളിക്കുന്നത് പോലെ സുഹൃത്തുക്കൾക്കും ബന്ധപ്പെട്ട ആളുകൾക്കും വിളിച്ച് അതാത് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാൻ. പ്രവാസികൾ എന്ന രീതി ഇന്ന് KMCCയുടെ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും, ഇന്ന് കാലത്ത് കേരള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ആദരണീയനായ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇന്ന് കാലത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. ആ റിപ്പോർട്ട് ഇന്ന് വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകളാണ് ആ റിപ്പോർട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് ഈ കോവിഡ് കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി KMCC പ്രവാസികൾക്ക് വേണ്ടി KMCC ചെയ്ത സഹായങ്ങളുടെ ഒരു പ്രഥമ വിവരണ കണക്ക്, അതിന്റെ ആദ്യഘട്ട റിപ്പോർട്ടാണ് ഇന്ന് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ പുറത്തുവിട്ടത്. 150 കോടിയോളം വരും KMCC പ്രവർത്തകന്മാർ കോവിഡ് കാലത്ത് മാത്രം പാവപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി ഭക്ഷണവും മരുന്നും അടക്കമുള്ള സൗകര്യങ്ങൾ വിവിധ രാജ്യങ്ങളിലായി ചെയ്തു കൊടുത്തത്. 150 കോടിയിലധികം വരുന്ന
അതിന്റെ പ്രഥമ റിപ്പോർട്ടാണ് ഇന്ന് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ആദരണീയനായ പ്രസിഡന്റ് പുറത്തുവിട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ കാലത്തും പ്രവാസികളെ താങ്ങി നിർത്തിയവരാണ് നമ്മൾ, പ്രവാസികളെ സഹായിച്ചവരാണ് നമ്മൾ. ഈ പ്രവാസികൾ ഒരു പ്രതിസന്ധിയിലായ ഒരു ഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ എന്താണ് നമ്മുടെ സർക്കാർ ചെയ്തത്? നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്നത് പ്രവാസി ഇന്ത്യക്കാരാണെന്ന് ഇന്ത്യ ഭരിച്ച എല്ലാ കാലഘട്ടത്തെയും സർക്കാരുകൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ താങ്ങി നിർത്തുന്നത് പ്രവാസി മലയാളികളാണെന്ന് പറയാത്ത മുഖ്യമന്ത്രിമാരില്ല, പറയാത്ത സർക്കാരുകളില്ല. എല്ലാ കാലത്തും മാറി മാറി വന്ന സർക്കാരുകൾ പറയാറുണ്ട്, കേരളം ഇത്ര മനോഹരമായി മുന്നോട്ട് പോകുന്നത് പ്രവാസി മലയാളികളുടെ സഹായം കൊണ്ടാണ്. പക്ഷെ ആ പ്രവാസികൾക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഈ സമയത്ത് കേരളം ഭരിച്ച പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എന്തു ചെയ്തു എന്ന 1000 നാളുള്ള ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. നമുക്കറിയാം, നിങ്ങൾ ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ നമുക്കറിയാം, ജിദ്ദ KMCCയുടെ ഈ ആസ്ഥാന മന്ദിരത്തിന്റെ ആ ഒരു കോവിഡ് മഹാമാരിക്കാലത്ത് ഒരു ദിവസം രാവിലെ ഞാനും സഹപ്രവർത്തകന്മാരും എഴുന്നേറ്റ് ഈ ഓഫീസിന്റെ മെയിൻ ഡോർ തുറക്കുന്ന സമയത്ത് കണ്ട കാഴ്ച, ഈ ഓഫീസിന്റെ 4 ഭാഗവും ചുറ്റും റോഡാണ്. ഈ ഓഫീസിന്റെ ചുറ്റും നിറയെ ആളുകൾ നിൽക്കുന്ന രംഗമുണ്ടായിരുന്നു. നിറയെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ. എല്ലാവരുടെയും കയ്യിൽ നമ്മൾ കണ്ടത്, നമ്മൾ ഗേറ്റ് തുറന്നു നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്, പാസ്പോർട്ടും പൈസയും കയ്യിൽ പിടിച്ച ആളുകൾ ഈ ഓഫീസ് വളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനുണ്ടായി. നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരു ഇടമില്ല, ഞങ്ങളുടെ ഉമ്മമാരെ, ഞങ്ങളുടെ സഹോദരിമാരെ, ഞങ്ങളുടെ ഭാര്യമാരെ നാട്ടിലെത്തിക്കണം. ഇവിടെ കോവിഡ് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ നാട്ടിലയക്കണം. KMCCയിലല്ലാതെ ഞങ്ങൾക്ക് അഭയമില്ല എന്ന് പറഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഇതിന്റെ ഗേറ്റ് തുറന്നു കൊടുത്ത് ഈ ഓഡിറ്റോറിയത്തിലേക്ക് ആളുകൾ കയറുകയുണ്ടായി. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളുടെ പാസ്പോർട്ടും പൈസയും നമ്മൾ വാങ്ങിവെച്ചു. അങ്ങനെ KMCC അവർ ഈ ആളുകളെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി വിമാനത്തിനുള്ള അവസരങ്ങൾ തെരഞ്ഞപ്പോൾ ചാർട്ടേഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകാതെ പ്രവാസികളെ വിഷമിപ്പിച്ചത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. ആയിരക്കണക്കിന് വരുന്ന ഗർഭിണികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആയിരക്കണക്കിന് വരുന്ന ഗർഭിണികൾ. അത്തരം ആളുകളെ പരമാവധി കിട്ടിയ മാർഗങ്ങൾ ഉപയോഗിച്ച് KMCC ജിദ്ദയിൽ നിന്ന് മാത്രമല്ല, സൗദി അറേബ്യയുടെ വിവിധ പട്ടണങ്ങളിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും KMCCയുടെ ചാർട്ടേഡ് വിമാനങ്ങൾ കേരളത്തിൽ വിമാനത്താവളത്തിൽ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ അതിന്റെ ആദ്യഘട്ടത്തിൽ അതിന് പെർമിഷൻ നൽകുന്നത് തടയാൻ ഗവൺമെന്റ് ശ്രമിച്ചു. പിന്നെ KMCC കോടതിയിൽ പോയിട്ടാണ് അതിന് അനുമതി നൽകിയത്. കോടതിയിൽ പോയി അനുമതി വാങ്ങി വിമാനങ്ങൾ നാട്ടിലെത്തിയപ്പോൾ അവരെ ക്വാറന്റൈൻ ലോകാരോഗ്യ സംഘടന പോലും നിഷ്കർഷിക്കാത്ത 28 ദിവസത്തെ ക്വാറന്റൈനാണ് കേരള ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടി വിധിച്ചത്. പിന്നെയും ടെസ്റ്റ് നടത്താതെ വിമാനത്തിൽ കയറാൻ കഴിയില്ല. ഇവിടെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്കറിയാം, അന്നത്തെ ഇവിടുത്തെ സാഹചര്യം എന്തായിരുന്നു. സൗദി അറേബ്യയിൽ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ 24 ഹവറും കർഫ്യൂ ആയിരുന്നു, കർശനമായ കർഫ്യൂ ആയിരുന്നു. ഒരാൾ പോലും പുറത്തിറങ്ങാതെ, ഒരു മനുഷ്യൻ പോലും വാതിൽ തുറന്ന റൂമിൽ നിന്ന് പുറത്തിറക്കാത്ത എത്ര ദിവസങ്ങളും മാസങ്ങളുമാണ് കഴിഞ്ഞുപോയത്. ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ ആ ആളുകൾക്ക് ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടാണ് 10,000-കണക്കിന് പേർക്കാണ് ജിദ്ദയിലെ KMCC ഈ ആസ്ഥാനത്ത് നിന്ന് ഭക്ഷണം വിതരണം ചെയ്ത്. ആയിരക്കണക്കിന് പേർക്ക് നമ്മൾ മരുന്ന് നൽകി. ഇവിടെ ആ സമയത്ത് മരിച്ചു വീണ 100-കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. രക്തബന്ധുക്കൾ പോലും മയ്യത്ത് മറവ് ചെയ്യാൻ തിരിഞ്ഞു നോക്കാതെ, മയ്യത്ത് നമസ്കരിക്കാൻ പോലും രക്തബന്ധുക്കൾ പോലും, ജ്യേഷ്ഠൻ മരിച്ചപ്പോൾ അനിയൻ റൂമിലുണ്ടായിട്ടും ആളുകൾ വന്നില്ല, അനിയൻ വന്നില്ല. ജ്യേഷ്ഠന്റെ മയ്യത്ത് അവസാനം ഒരു ദിവസം ഒരു നോക്ക് കാണാൻ, അവർക്ക് മയ്യത്ത് നമസ്കരിക്കാൻ ആ കവറിൽ ഒരു പിടി മണ്ണ് വാരിയിടാൻ ആരും രക്തബന്ധുക്കളും അയൽവാസികളും വരാത്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ കൈയൊഴിഞ്ഞില്ല KMCC. ഈ മഹാപ്രസ്ഥാനം അങ്ങനെ 100-കണക്കിന് ആളുകളുടെ മയ്യത്തുകളാണ് ഏറ്റെടുത്ത് മറവ് ചെയ്തത്. അതിന് ജിദ്ദയിൽ നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് ജലീൽ ഒയ്കൂരിൽ 18ാം വാർഡിൽ മത്സരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അത്ര വലിയ സേവന പ്രവർത്തനം നടത്തിയ ഒരു പ്രവാസി സംഘടന അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കേരള ഗവൺമെന്റ് പ്രവാസികളെ വഞ്ചിക്കുകയായിരുന്നു. ഏറ്റവും അവസാനം നമുക്കറിയാലോ, പ്രവാസികൾക്ക് വോട്ടവകാശം വേണം എന്നത് ചിരകാലമായ ഒരു ആവശ്യമാണ്. നിരന്തരമായി നമ്മൾ നിവേദനം നടത്തുന്നു, മന്ത്രിമാർക്കും സർക്കാരുകൾക്കും നമ്മൾ നിവേദനം നടത്തുന്നു. അവസാനം കോടതിയിൽ പോയി കേസ് നടത്തി. ഇന്ന് കോടതിയും ഇലക്ഷൻ കമ്മീഷനും പ്രവാസികൾക്ക് പ്രായോഗിക തലത്തിൽ പ്രവാസ രാജ്യത്ത് നിന്ന് വോട്ട് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യ രാജ്യത്ത് അതിനെതിരെ രംഗത്ത് വന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി അത് CPIM ആണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. പ്രവാസികൾ അവർ വോട്ട് വിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനെതിരെ നമ്മുടെ കുടുംബങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഈ വിവരം അവരെ ബോധ്യപ്പെടുത്തി
പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ നാട്ടുകാരുടെ മുഴുവൻ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ കാണിക്കണം. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാവരും കുടുംബങ്ങളിലേക്ക് വിളിച്ചുകൊണ്ട്, നാട്ടുകാരെയും സുഹൃത്തുക്കളെയും വിളിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്യണമെന്നും KMCC പ്രവാസികളെ ചേർത്ത് പിടിച്ച സംഘടനയാണെന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് പ്രവാസികളുടെ ആഗ്രഹാഭിലാഷമാണ് ഈ ഗവൺമെന്റ് പ്രവാസികളോട് തിരിഞ്ഞുകുത്തിയ പ്രവാസി പെൻഷൻ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ കാലാകാലങ്ങളും ഉയർന്നു വരാറുള്ളതാണ്. എന്താണ് ദുബായിൽ വന്നുകൊണ്ട് പിണറായി വിജയൻ പ്രസംഗിച്ചിരുന്നത്? പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചു വരുന്ന ആളുകൾക്ക് 6 മാസത്തെ ശമ്പളം സൗജന്യമായി നൽകും. അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനെതിരെയുള്ള അതിശക്തമായ ജനവികാരം ഉയരണമെന്നും മൊറയൂർ പഞ്ചായത്ത് നമ്മുടെ പൂർവ്വസൂരികളായ മഹാരഥന്മാരായ നേതാക്കന്മാര് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങളിൽ, ശക്തമായ കരങ്ങളിൽ ഈ പഞ്ചായത്തിന്റെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത തലമുറക്ക് കൈമാറാനും ഈ പഞ്ചായത്തിന്റെ ശോഭനമായ ഭാവി ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിന് സാധ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മൊറയൂർ പഞ്ചായത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജിദ്ദയിൽ ഇതുപോലെ ഒരു സമയത്ത് ഈ ജോലിയുള്ള ദിവസങ്ങളിൽ ജോലിയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവവും പരിപൂർണമായും ഉൾക്കൊണ്ടിരിക്കുന്നു ജിദ്ദയിൽ മൊറയൂർ പഞ്ചായത്തിലെ പ്രവാസികൾ എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് വരുന്ന പ്രവർത്തകന്മാർ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാൻ പോവുകയാണ്. അത് കൃത്യമായി നിർവഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.